നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനിതാ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. പിന്നെ ആമസോണായിട്ട് ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്, വ്ളോഗ് ഒന്നും അല്ല. പിന്നെ ഒരു ടെസ്റ്റ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ കുറെയൊക്കെ ചെയ്തിട്ടുള്ളത് എൻ്റെ മുഖം കണ്ണാടിയുടെ ഓപ്പോസിറ്റ് വെച്ചിട്ടാണ്. അതായത് കണ്ണാടി നോക്കാണ്ടാണ് കേട്ടോ മേക്കപ്പ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ണാടി ഇല്ലെങ്കിലും ക്യാമറ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഡിസ്പ്ലേ പോയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കിട്ടോ കിട്ടില്ലേ എന്നുള്ള രീതിയിൽ എന്തായാലും ഇങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കണേ. ഞാൻ ആദ്യം മുഖമൊക്കെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി ഫേസ് വാഷ് കഴിഞ്ഞു, രണ്ടും കൂടി മിക്സ് ആക്കിയ പറഞ്ഞാട്ടോ. ഫേസ് വാഷ് കഴിയാറായിട്ട് ഇരിക്കണേ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മുഖമൊക്കെ കഴുകി പിന്നെ സിറൊക്കെ ഇട്ടിട്ട് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാണ്. നല്ല രീതിക്ക് എൻ്റെ ഫേസിലെ ടാൻ ഉണ്ട്, പിന്നെന്താ ഒരു കറുപ്പ് കളറൊക്കെ മൂക്കുരു വന്നതിൻ്റെ കറുപ്പ് കളറൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കണോണ്ട് എന്താണെന്നറിയില്ല കേട്ടോ, മൂക്കുരു വരുന്നുണ്ട്. ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ കുരു വരാറുണ്ട്. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ണിനടിയിൽ നല്ല കറുപ്പ് കളറുണ്ട്, ചുണ്ട് കറുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ പൊതുവെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം നമ്മുടെ ശരീരത്തിലൊക്കെ കാണും. പിന്നെ ഈ മരുന്നൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം എന്താണെന്നറിയില്ല. പിന്നെ വണ്ണം വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കവിളൊക്കെ ഒന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കിങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി ഒരുങ്ങിയിട്ടൊക്കെ കാലം കുറയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയും പോയിട്ടില്ല, നമ്മളിവിടെയൊക്കെ തന്നെയുണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇടയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും മറക്കുന്നു. ഞാൻ എന്നെ തന്നെ മറന്നിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഇവിടെ തന്നെ ഇല്ലേ ഞാനെന്ന് ഇടയ്ക്ക് ഞാൻ എന്നെ ഇവിടെ ഇല്ലേ, എവിടെയും പോയിട്ടില്ലല്ലോ എന്ന് ഞാൻ തന്നെ എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങി, കുഴപ്പമില്ല, നമ്മുടെ ഭംഗി എവിടെയും പോയിട്ടില്ല. നമ്മുടെ ഭംഗിയൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ചിരിച്ചാൽ നമ്മുടെ ഭംഗിയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും എന്നൊക്കെ തോന്നുന്ന എന്താ പറയുക, നല്ലൊരു കട്ടിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്, പിന്നെ ഒന്നും ചെയ്യണില്ല കേട്ടോ ഞാൻ. പക്ഷെ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കുഴപ്പമില്ലല്ലോ, നല്ലൊരു ലുക്ക് വന്നു കേട്ടോ. പിന്നെ ഇതേ കുർത്ത കുറേ കളയിട്ട് ഞാൻ അലമാരിയിലെടുത്ത് വെച്ച് കുർത്തയായിരുന്നു, പുറത്തേക്കൊന്നും എടുക്കാണ്ട്. അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്കിൻ്റെ കളർ തന്നെയാണ് ഈ കുർത്തയ്ക്കും. അപ്പം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നല്ല ഭംഗി തോന്നിയിട്ട്. അപ്പം അതുകൊണ്ടാട്ടോ അതെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടാണ് ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. മുഖത്ത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, സ്കിൻ കെയർ മാത്രം. ലിപ്സ്റ്റിക്കും മസ്കാരയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എനിക്ക് നല്ല കിതപ്പുണ്ട്. ഞാൻ ശ്വാസമുട്ടലിൻ്റെ മരുന്നിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും. അതുകൊണ്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ കുറേ നേരം എനിക്കിങ്ങനെ ശ്വാസം പിടിച്ചിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. കൊളാബ് വീഡിയോ ആയതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടത്. ടാറ്റാ, നമുക്ക് വീണ്ടും കാണാം.